പ്രിയദാസനും കാലത്തിൻ മാതൃകയും യുവത്വത്തിൻ വഴികാട്ടിയുമാ കാർലോയെ പ്രാർത്ഥിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ തന്നെ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകളും യാചനകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. യുവജന സുഹൃത്തും മധ്യസ്ഥനുമായി കാർലോസ് അക്വിറ്റസിനെ വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തിയ അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തപ്പെട്ട കാർലോയെ പോലെ ഞങ്ങളും ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കാരുണ്യവാനും ആശ്വാസദായകനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആധുനിക കാലത്തിൻ്റെ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകമെങ്ങും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രചരിപ്പിച്ച കാർലോയെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി നൽകിയല്ലോ. കാലത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ദൈവരാജ്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനും വിശുദ്ധിയുടെ പരിമളം ലോകമെങ്ങും പ്രസരിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി ശാരീരിക സ്വാസ്ഥ്യം അനുഭവിക്കുന്നവരെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വേദനകളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് നൽകിയ രക്ഷ സ്വന്തമാക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ
എന്നേക്കും. ആമേൻ. ശാരീരിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കാർലോ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന നമുക്കിപ്പോൾ ഏറ്റുചൊല്ലാം. മുഖ്യദൂതനായ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ ഇനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. വിനയത്തിന്റെ മാതൃക നൽകിയ കാലത്തൊഴുത്തിൽ പിറന്ന യേശുവേ, അങ്ങേ അനുകരിച്ച വിനയത്തിലും ദൈവഭക്തിയിലും സമാധാനവും ശാന്തപൂർണവുമായ ജീവിതം നയിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഈ സൈബർ യുഗത്തിൽ കാർലോയെ പോലെ അങ്ങ് ഞങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളും താലന്തുകളും ദൈവരാജ്യത്തിനായി സന്തോഷപൂർവ്വം സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ഇന്നുമെന്നും യേശു ജീവിക്കുന്നു, ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ഇന്നുമെന്നും യേശു ജീവിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംസിഹായുടെ പരിശുദ്ധ സവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റക്കൊടുക്കുവാൻ തോന്നിപ്പിച്ചു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തെങ്കിൽ നിന്ന് വരുന്നുവെന്നും ദൈവത്തെങ്കിലേക്ക് പോകുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കുന്നു. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റുകൊടുക്കാൻ ഇരിക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ കുർബാനയുടെ മധ്യസ്ഥനായ വിശുദ്ധ കാർലോസ് അക്വിറ്റസിൻ്റെ നൊവേന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കാർലോസ് അക്വിറ്റസിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും മനോഹരമായ ഒരു ഭാവമാണ് എളിമയുടെ ഭാവം എന്ന് പറയുന്നത്. വിശുദ്ധ കാർലോസ് അക്വിറ്റസിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ പോലെ ഉള്ള ആ ഒരു മനോഭാവം, എളിമയുടെ ആ മനോഭാവം. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. ഈശോ സ്വയം ശൂന്യനായി ഒരു ചെറുകാറ്റടിച്ചാൽ പോലും പാറിപ്പറക്കുന്ന ആ ഒരു തിരുവോസ്തിയിൽ സ്വയം ശൂന്യനായിക്കൊണ്ട് കടന്നു വരുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ പരിശുദ്ധ കുർബാന അനുഭവം നമ്മുടെ ജീവിതങ്ങളിലും, എളിമയുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടാകണമെന്ന് വിശുദ്ധ കാർലോസ് അക്വിറ്റസ് ഇന്നേ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ എളിമയുടെ ഒരു മനോഭാവം, സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു മനോഭാവം, തന്നെ താഴ്ന്നു കൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതാകുന്ന ആ ശൂന്യവൽക്കരണത്തിൻ്റെ മനോഭാവം സ്വീകരിക്കാൻ വിശുദ്ധ കാർലോസ് നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി വിശുദ്ധ കാർലോസിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന ഈശോയെ ധ്യാനിച്ചുകൊണ്ട്, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. കാണാതായ ആടിനെ തേടി ഇറങ്ങിയ നല്ലവനായ ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഒപ്പമാകുവാൻ ഞങ്ങളെ വിളിച്ച ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ആഹ്വാനം ചെയ്ത ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷത്തിൽ ഈശോയെ അനുകരിച്ച് ഞങ്ങളും വിശുദ്ധി പ്രാപിക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷ തീഷ്ണതയാ ഞങ്ങളുടെ യുവജനങ്ങൾ നിറയുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ശരിയായ ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവിത സാഹചര്യങ്ങളിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ശാരീരികവും ആധ്യാത്മികവുമായ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ ബന്ധങ്ങളിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും പരിശീലനങ്ങളിൽ നിന്നും, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ക്രോധം, ദേഷ്യം മുതലായ അശുദ്ധികളിൽ നിന്നും, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ലോകത്തിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർബാനകളോടും ചേർത്ത് കർത്താവിൻ്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെട്ട എല്ലാ വിശുദ്ധ കുർബാനയോടും ചേർത്ത് ഇപ്പോൾ മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടാനിരിക്കുന്ന എല്ലാ പരിശുദ്ധ ബലികളോടും ചേർത്ത് അവരുടെ അഭിഷേകത്തോടും ചേർത്ത് നമുക്ക് നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും വിശുദ്ധ കാർലോസ് അക്വിറ്റസിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ലോകരക്ഷകനായ ഈശോയെ, വാഴ്ത്തപ്പെട്ട കാർലോയെ ഞങ്ങൾക്ക് മാതൃകയും തുണയുമായി നൽകിയല്ലോ. ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുകയും അവനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും രക്ഷാകരമാക്കി അങ്ങയുടെ ദാസനെ അനുകരിച്ച് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയെടുപ്പമാകുവാനുള്ള ഞങ്ങളുടെ വിളിയോട് പൂർണ്ണമായി വിധേയപ്പെടുവാനും അനേകരെ രക്ഷയിലേക്ക് നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ജപം. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു,
ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ നമുക്ക് ഏറ്റുചൊല്ലാം. സൈബർ അപ്പസ്തോലനായ കാർലോയെ, ഈശോ നൽകിയ താലന്തുകളെ ചെറുപ്രായത്തിൽ തന്നെ വർദ്ധിപ്പിക്കുകയും ദിവികാരുടെ ഭക്തിയിലും മാതൃഭക്തിയിലും അടിയുറച്ചു ജീവിക്കുകയും ചെയ്ത അങ്ങ് സൈബർ ലോകത്തിൽ ഞങ്ങളുടെ മധ്യസ്ഥനും തുണയുമാകണമേ. സമൂഹ മാധ്യമങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാനും മാധ്യമ മേഖലകളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ അവയെ ഉപയോഗിക്കാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായി തിരുസഭയെയും സഭാ ശുശ്രൂഷകളെയും വേട്ടയാടുന്ന എല്ലാ മാധ്യമങ്ങളിൽ നിന്നും വിവേകപൂർവ്വം അകന്നു നിൽക്കുവാനും ഇരുളടഞ്ഞ മാധ്യമവീതിയിൽ സത്യത്തിൻ്റെ പ്രകാശമായി കത്തിജ്വലിക്കുവാനും ഞങ്ങളുടെ യുവജനങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്നും ജഡികാഭിലാഷങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്തിരിയുവാൻ വേണ്ട കൃപയ്ക്കായി അങ്ങ് ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ വസിക്കുന്ന ആലയമായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലവും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പാവങ്ങളോടും അനാഥരോടും അനുകമ്പ കാട്ടുവാനും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതി ബഹുമാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി തിരുസഭയുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ അധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത കാർലോയെ സഭയുടെ എല്ലാ നവമാധ്യമ പ്രവർത്തനങ്ങൾക്കും മധ്യസ്ഥമേകണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനകളിൽ മേലും അങ്ങേ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ദിവ്യകാരുണ്യ ഭക്തി അനേകരിലേക്ക് എത്തിച്ച കാർലോയെ ഞങ്ങളും അങ്ങേ മാതൃക അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ലോകവാസകലമുള്ള യുവജനങ്ങളെ അങ്ങേ പരിപാലനയ്ക്കായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങളിൽ നിന്നും ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാനും വിവാഹ തടസ്സങ്ങൾ മാറുവാനും ഞങ്ങളുടെ ജീവിതാന്തസ്സിൽ വിശ്വസ്തരായിരിക്കുവാനും അങ്ങ് അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിരവധിയായ കഴിവുകളും താലന്തുകളും വിശുദ്ധമായി കണ്ട് അവയെ വർദ്ധിപ്പിക്കാനും കൃപയരുളണമേ. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാനും നവസുവിശേഷവൽക്കരണത്തിൻ്റെ വക്താക്കളാകുവാനും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതയാത്രയിൽ കാർലോയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് അഭയവും തുണയുമാകട്ടെ. പ്രത്യേകമായി നവയിനെയും സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ദയാപൂർവം സ്വീകരിക്കണമേ. ലോകയാത്രയിൽ വിശുദ്ധിയിൽ ആഴപ്പെടാനും ജീവിത വിശുദ്ധിയും ആത്മനിയന്ത്രണവും വഴി അങ്ങ് പകർന്നു നൽകുന്ന വ്യക്തിരക്ഷ സ്വന്തമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മെ അനുഗ്രഹിക്കുമാകട്ടെ. എല്ലാ പ്രതിസന്ധികളിലും വേദനകളിൽ നിന്നും നമുക്ക് അഭയവും തുണയുമാകട്ടെ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനകൾ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കാർലോസിന്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വാഴ്ത്തപ്പെട്ട കാർലോയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വാഴ്ത്തപ്പെട്ട